ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നുവെന്ന് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വി ആർ കണ്ടിന്യൂസ്ലി സ്റ്റഡിങ് ഫ്രം ദ ബുക്ക് ഓഫ് ജെയിംസ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. ഈ വചന കേൾവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അത് വലിയ വിടുതലായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ആത്മീയമായി വളരുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളോട് ഒരുമിച്ച് ഈ വചന പഠനത്തിൽ ഏർപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിനൊരു വലിയ വിടുതലായി തീരുകയും സൗഖ്യമായി തീരുകയും ഒക്കെ ചെയ്യുന്നു എന്നറിയുന്നത് എൻ്റെ ജീവിതത്തിന് വലിയ സന്തോഷമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലെറ്റ്സ് കണ്ടിന്യൂ with our studies in the book of James. Tonight, just we are going to study from chapter 4. 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ വചനം പഠിക്കുവാൻ തക്കോണം താല്പര്യപ്പെടുന്നു. നിങ്ങൾ വായിച്ച് ഈ ഭാഗങ്ങളൊക്കെ പിന്നെയും ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. Make sure that you go and read these passages again and again till the word becomes very, very much ingrained in your spirit. നിങ്ങളുടെ അകത്ത മനുഷ്യനിൽ അത് വളരെ ആഴത്തിലത് ചെല്ലുവാൻ തക്കോണം ഇടയായി തീരട്ടെ. നിങ്ങൾ പിന്നെയും വായിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് നല്ലവണ്ണം വേരൂന്നുവാൻ തക്കോണം ഇടയായിത്തീരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ പഠനമൊക്കെ കേട്ട ശേഷം പിന്നെയും ആ ഭാഗങ്ങളൊക്കെ വായിക്കുകയും ദൈവസന്നിധിയിൽ ധ്യാനിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. യാക്കോബ് അപ്പോസ്തലന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും ആ വിശ്വാസം ജീവനുള്ളതാണെന്നും ആ വിശ്വാസം അത് ചില പ്രവൃത്തികൾ നമ്മളിൽ കൊണ്ടുവരും എന്നുള്ള കാര്യവും താൻ വളരെ ശക്തമായിട്ട് ഈ ലേഖനത്തിലൂടെ പ്രതിപാദിക്കുകയാണ്. He is talking about how the gospel of Jesus Christ and how the faith in the Lord Jesus Christ changes our lives. And if it is not changing, that means that faith is dead. If it is not bringing any work in us, that means that faith is dead. So that will give us an opportunity to check how our spiritual life is. നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കുവാനും ഇടയായിത്തീരും. ഇവിടെ 4-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് അപ്പോസ്തലൻ ഈ ജനത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛയിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കുക കൊണ്ട് കിട്ടുന്നില്ല, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ യാക്കോബിൻ്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ശണ്ഠയും വഴക്കും ഒന്നും ദൈവമക്കൾ എന്ന് പേര് പറയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും വിശ്വാസത്തിൽ വളരുന്നില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ ആ വിശ്വാസം ജീവനോടെ ആയിരിക്കുന്നില്ല. ചിലതൊക്കെ നിർജീവമായി പോയി. എല്ലാവരും അവരവരിൽ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വളരെ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് ഈ ആളുകളോട് ചോദിക്കുക, നിങ്ങൾ ഈ ശണ്ഠയും കലഹവും ഒക്കെ എവിടെ? അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്നതാണ്. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, all these things come from the pleasures that is waging war in your members or in your inner heart. നമ്മുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സെൽഫിഷ്നെസ്സിൻ്റെ ഭാഗമായിട്ടല്ലയോ നിങ്ങൾ ഈ കലഹമൊക്കെ ഉണ്ടാകുന്നത്? Now, if you look, we know this fact very clear. എവിടെ ഒരു വഴക്കുണ്ടായാലും അതിൻ്റെ പിറകിലുള്ള കാര്യം നിശ്ചയമായിട്ടും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്വാർത്ഥ മനോഭാവമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടുവാനുള്ള ഒരാഗ്രഹത്തിൽ നിന്ന്, എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്ന്, അതുമല്ലെങ്കിൽ
ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വ്യാപരിക്കുന്ന നിഗളം, ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഈ വഴക്കും ശണ്ടയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുക. നിങ്ങൾ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങൾ പോരാടുന്ന ഭോഗേച്ഛയിൽ നിന്നല്ലയോ? It comes from the pleasure, the desire for pleasure. Now, we all, live in a sinful body. And if we, don't control the flesh is going to take over. If you feed your flesh is going to act. നമ്മുടെ ജഡത്തെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ജഡം അതിൻ്റെ പ്രവൃത്തി കൊണ്ടുവരും. നമ്മൾ വിശ്വാസത്തെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായിരിക്കും വരുന്നത്. Now, it all depends on what you feed and who is going to be stronger. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ആരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിപോഷിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണോ നമ്മൾ ഇടപെടുന്നത്, അതോ നമ്മുടേതായിട്ടുള്ള ജഡീകമായിട്ടുള്ള സ്വഭാവത്തെയാണോ നമ്മൾ ഓരോ ദിവസവും പരിപോഷിപ്പിക്കുന്നത്? നമ്മൾ ജഡീകമായിട്ടുള്ള നമ്മുടെ പ്രവൃത്തികളെ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ നമ്മൾ അതിനെ പരിപോഷിപ്പിക്കുമ്പം വിശ്വാസത്തിന് കോട്ടം സംഭവിക്കും. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബാധിക്കും. അത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ആ വിശ്വാസം ഇല്ലാതെയാകുകയും ചെയ്യും. അപ്പോൾ ഇവരോട് യാക്കോബ് അപ്പോസ്തലൻ വളരെ വളരെ കർശനമായി, എനിക്ക് തോന്നുന്നു ഒരു പാസ്റ്റർമാരും പറയാത്ത രീതിയിൽ ആണ് യാക്കോബ് അപ്പോസ്തലൻ ഇവരെ ശരിക്കും പ്രകോപിപ്പിക്കുന്ന രീതിയിൽ. അതിൻ്റെ കാരണമുണ്ട്. ആ ഒരു ചിന്ത അവരുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പം അവർക്ക് അവരെ തന്നെ ശോധന ചെയ്യാൻ പറ്റും. അതിലൂടെ വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നത്. അതിലൂടെ വേണ്ടി യാക്കോബ് അപ്പോസ്തലൻ ഇത്ര വളരെ ഹാർഷായി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ കാഠിന്യമേറിയ രീതിയിൽ അവരോട് സംവാദിക്കുന്നത്. അപ്പം അവരോട് പറയുക, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒന്നും നേടുന്നില്ല. അതാ എൻ്റെ സത്യാവസ്ഥ, അല്ലേ? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളുടെയും പുറകെ പോയിട്ടും പലതും നമ്മൾ നേടുന്നില്ല. നേടി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും കുറച്ച് കഴിയുമ്പം അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് നമുക്ക് തോന്നുന്നു. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ കൊല്ലുകയും, ലിറ്ററലി കൊല്ലുകയല്ല, ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അവർ വളരെ ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു, അവർ അസൂയപ്പെടുന്നു, എന്നിട്ടും ഒന്നും സാധിക്കുന്നില്ല. അസൂയ എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് എന്തെങ്കിലും ലഭിക്കണമെന്നുള്ള കാര്യമല്ല. ജലസ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഗ്രഹത്തോടുകൂടി, ആർത്തിയോടുകൂടെ അവർ പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നു, പക്ഷെ ഒന്നും സാധിക്കുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ കൈകളുടെ പ്രവൃത്തി എന്തുകൊണ്ട് സാധിക്കുന്നില്ല? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒരു കാര്യം, നമ്മൾ എന്ത് മറന്നുപോയാലും ഇത് നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത്, നമ്മൾ സമാധാനത്തോടെ വിതയ്ക്കുന്നെങ്കിൽ നീതിയുള്ള ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ ഫലം നമ്മൾ കൊയ്യും എന്നുള്ളൊരു വസ്തുത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതും സാഫല്യമാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ ഈ ജഡത്തിൻ്റെ ഇച്ഛയും ജഡത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് മുന്നിട്ട് നിൽക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവർത്തനത്തെക്കാട്ടിലും വിശ്വാസത്തിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകുന്നതിനെക്കാട്ടിലും ഈ ജഡത്തിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ ആളുകൾ വളരെ കാഠിന്യമേറിയ വാക്കുകൾ, ദാറ്റ് അമൗണ്ട്സ് ടു ഹേറ്റ്രഡ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പൊസിഷന് വേണ്ടി ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള നന്മ ആയിക്കൊള്ളട്ടെ, ഇതിനെല്ലാം വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുക. ദ ഫൈറ്റിംഗ്. എന്നിട്ടും ഒന്നും സാധിക്കുന്നില്ല. യാക്കോബ് അപ്പോസ്തലൻ പറയുക, ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുന്നു, നിങ്ങൾ ശണ്ടയിടുന്നു, ഇതെല്ലാം ചെയ്യുകയും ചെയ്യുന്നു, കൂട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഒന്നും ഒട്ട് കിട്ടുന്നതുമില്ല. അപ്പോൾ ഒരു റിയാലിറ്റിയിലേക്ക് ജനത്തെ കൊണ്ടുവരിക. നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിന് റിസൾട്ട് വരുന്നില്ലെങ്കിൽ പിന്നെയും പിന്നെയും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്താൽ എന്നും അതേ റിസൾട്ടേ കിട്ടത്തുള്ളൂ. നമ്മൾ
ചെയ്തു വരുന്ന കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. സംടൈംസ് വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മൾ ചില സമയത്ത് ഈ കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ കുറച്ച് കാര്യങ്ങൾ പറയുക. നിങ്ങൾ യാചിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാര്യം എന്തുവാ? നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ കിടന്ന് ശണ്ടയിടുകയും ജഡത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ വിശ്വാസത്തിൻ്റെ വഴിയിലല്ല പോകുന്നത്. വളരെ വളരെ സാഡായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ശ്രദ്ധിച്ചോണം. ഈ ആളുകൾ ഇതെല്ലാം നടക്കുമ്പോഴും അവർ പീഡയുടെ നടുവിലൂടെ പോകുന്നത്. ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് പോലും അവർ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുക. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കിയാൽ ഒത്തിരിയും ആളുകളുണ്ട് ഇങ്ങനെയുള്ളവർ. അവരുടെ ജീവിതത്തിൽ പകയ്ക്ക് പകയുണ്ട്, വഴക്ക് ഇടുന്നതിനും വഴക്കിടും. അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവിഷൻസ് അല്ലെങ്കിൽ ഫാക്ഷൻസ് ഇതെല്ലാം ചെയ്താലും പ്രാർത്ഥനകൾക്കൊന്നും ഒരു കുറവുമില്ല. ഉപവാസ പ്രാർത്ഥനയുണ്ട്. റെഗുലറായിട്ടുള്ള മന്തിൻ്റെ അവസാനം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളുണ്ട്. പിന്നെ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അല്ലെങ്കിൽ 2 വട്ടം നടക്കുന്ന പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഉപവാസങ്ങളുണ്ട്. എന്ന് വേണ്ട പല വിധത്തിലുള്ള പ്രാർത്ഥനകൾ. എല്ലാ പ്രസംഗങ്ങളും കേൾക്കും, അല്ലേ? പല ആളുകളും അങ്ങനെ ഒത്തിരിയും പ്രസംഗങ്ങൾ കേൾക്കുന്ന ആൾക്കാരുണ്ട്. അവർ പല ആളുകൾ പല മീറ്റിങ്ങുകൾക്ക് നിരന്തരമായിട്ട് പോകുന്നുണ്ട്. അവർ അതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കുമില്ല. അപ്പോൾ ഒന്നാമത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വല്ലാതെ ലസ്റ്റ് ചെയ്യുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്. ഇവരെല്ലാം ജഡത്തിൽ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജഡമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ തടസ്സം. കാരണം നമ്മുടെ ജഡ സ്വഭാവത്താൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജഡ സ്വഭാവം നമ്മളിലുള്ള വിശ്വാസത്തെ കെടുത്തിക്കളയുന്നു. നമ്മുടെ ജഡ സ്വഭാവം ദൈവമായിട്ടുള്ള ആ ബന്ധത്തെ തകർത്ത് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന, അല്ലെങ്കിൽ വീക്കാക്കി കളയുന്ന ഒരു കാര്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ ഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ ജഡത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത നോക്കും, 3-ാമത്തെ വാക്യം പറയുക, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചോദിക്കുന്നത് അവനവൻ്റെ പ്ലഷറിന് വേണ്ടിയാണ്, അവനവൻ്റെ ആ സുഖത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ ഭോഗങ്ങളിൽ എനിക്ക് ഒരു ബെറ്റർ ആയിട്ടൊരു കാര്യം നടക്കണം. കാര്യം എന്തോ? എൻ്റെ പ്ലഷേഴ്സിനെ എല്ലാം എനിക്ക് അതിന് പരിപോഷിപ്പിക്കണം. ഈ ആഗ്രഹമാണുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം കർത്താവിനോട് ചോദിച്ചാൽ കർത്താവിൽ നിന്ന് ലഭിക്കത്തില്ല. അപ്പം അത് നമ്മൾ വളരെ വളരെ ശ്രവിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മളൊരു കാര്യം ദൈവസന്നിധി ചോദിക്കുമ്പോൾ എന്തിനാണ് അത് ചോദിക്കുന്നത്? ദൈവത്തോടൊരു കാര്യം ചോദിക്കുന്നത് എന്തിനാണ്? നമ്മൾ ആ കാര്യം സാധിച്ചിട്ട് എന്നാ ചെയ്യാനാണ്? നമ്മൾ ദൈവമക്കൾ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞേക്കുന്നത്, ഈ പ്രശ്നത്തിന് കാരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സാധിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നമുക്ക് പോകാൻ തടസ്സമായിട്ടുള്ളൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം ആ വാക്കുകൾ ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. 4-ാമത്തെ വാക്യം വളരെ കട്ടിയായിട്ടുള്ളൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു പാസ്റ്റർമാരും സഭയിൽ അങ്ങനെ ആളുകളോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വളരെ സ്നേഹത്തിലൊക്കെ സംസാരിക്കത്തുള്ളൂ. പക്ഷേ ഈ ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കട്ടിയായിട്ടുള്ളൊരു വാക്കാണ്. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. താമസിച്ചു വന്നവർക്കായിട്ട് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, വ്യഭിചരണികളായുള്ളവരെ,
എന്താണ് യാക്കോബ് അപ്പോസ്തലന് അവരെ അങ്ങനെ വിളിക്കാനുണ്ടായ കാര്യം? നമുക്കറിയാം, ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ്, ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. എന്നാൽ അതിൽ ആരെങ്കിലും ഒരാൾ അതിനെ വയലേറ്റ് ചെയ്ത് മറ്റൊരാളുമായി ഒരു ബന്ധത്തിലോ സ്നേഹത്തിലോ പോയാൽ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കും, അദ്ദേഹം വ്യഭിചാരം ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ആ ഉടമ്പടിയിൽ നിന്നും മാറി തെറ്റി ആ ബന്ധത്തിൽ നിന്നും മാറി യാത്ര ചെയ്യുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ഇവരെ അങ്ങനെ വിളിക്കുന്നത്? കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചു, കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് നമ്മൾ പറയുകയും, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹവും നമ്മുടെ ലോയൽറ്റി എല്ലാം, നമ്മുടെ സ്നേഹവും നമുക്കുണ്ടാകുന്ന അഭിരുചികളും നമ്മുടെ ലോയൽറ്റിയും എല്ലാം ലോകത്തോടുള്ളതാണ്. ലോകപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വേണം, അതാണ് ശരിക്കുമുള്ള ആഗ്രഹം. അപ്പം ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ അവരോട് പറയുക, വ്യഭിചരണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന. ആവശ്യങ്ങളുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്, ഒരാളുടെ ജീവിതത്തിലുള്ള ഒരാവശ്യത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാക്കണം. കാരണം നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം സ്തോത്രത്തോടെ, നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം സ്തോത്രത്തോടെ എന്നല്ല അവിടെ പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളെയെല്ലാം സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, അത് ദൈവത്തോട് പറയുന്നതിന് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ എന്താണ് ഇതിനെ ക്വാളിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് ജഡത്തിൽ പോരാടിക്കൊണ്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, ഒന്നാം വാക്യം. പിന്നെ നമ്മൾ ലസ്റ്റ് ചെയ്യുക, മലയാളത്തിൽ മോഹിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻ ഇൻഓർഡിനേറ്റ് പാഷൻ, എ ലസ്റ്റ്ഫുൾ ഐ. അതായത് നമുക്കിത് കൂടിയേ തീരൂ, നമുക്കങ്ങ് വല്ലാത്ത ആഗ്രഹവും ആർത്തിയുമാണ് ആ കാര്യം. കാര്യം ദൈവത്തോടുള്ള സ്നേഹത്തെക്കാട്ടിലും നമ്മുടെ ആഗ്രഹം മുഴുവൻ അതിലാണ് കിടക്കുന്നത്. അത് നേടുന്നതിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്നു. ചില ആളുകൾ അതിനോടുള്ള ബന്ധത്തിൽ കലഹമുണ്ടാക്കുന്നു, ശണ്ട ഉണ്ടാക്കുന്നു. ദേ ആർ ഡൂയിങ് എവറിത്തിങ്, envying and hatred and all these things are there. അതിൻ്റെ കൂട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. അവരുടെ ഇഷ്ടം മൊത്തം അതാണ്. അടുത്ത പറഞ്ഞേക്കുന്നത്, അവരവരുടെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് സ്വന്തം പ്ലഷറിൽ അത് ചെലവിടുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഇൻറ്റൻഷൻ എന്തുവാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, ഇതെല്ലാം ലോകത്തോടുള്ള ആ ഒരു സ്നേഹം അതുകൊണ്ടാണ്, അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. അത് പൊസിഷൻ വൈസ് ആയിക്കൊള്ളട്ടെ, അത് ഏതെങ്കിലും രീതിയിലുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള അക്സെപ്റ്റൻസിന് വേണ്ടിയുള്ള കാര്യമായിക്കൊള്ളട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഇവിടെ വ്യക്തമായിട്ട് അത് പറഞ്ഞേക്കുന്നത്, അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു. ഇനി ഒന്ന് ചിന്തിച്ച് നോക്ക്, ദൈവത്തിൻ്റെ ശത്രുവായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധിച്ചെടുക്കാൻ പറ്റുമോ? ദൈവം നമുക്ക് ഒപ്പോസ് ചെയ്യുന്നിരുന്നോട്ടെ, നമ്മുടെ നെയ്ബർ നമ്മളോട് ഒപ്പോസ് ചെയ്താൽ ദാറ്റ്സ് ഓക്കെ. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് നമ്മളോട് ഒപ്പോസ് ചെയ്താൽ അത് ഓക്കെയാണ്, നമുക്കതിനെ ഓവർകം ചെയ്യാം, നമുക്ക് അതിൻ്റെ മേൽ നമുക്ക് ജയം നേടാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം നമുക്ക് ജയിപ്പിച്ചെടുക്കാം, അതെല്ലാം ചെയ്യാം. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ദൈവം നമ്മുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ? അപ്പം ഇതിനകത്ത് തന്നെ ആയിരിക്കെ ദൈവമായിട്ടുള്ള ബന്ധമുണ്ടെന്നൊരാൾ പറയുക തന്നെ ലോകത്തിൻ്റെ ഇഷ്ടത്തിനും ലോകത്തിൻ്റെ മോഹത്തിനും ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോകാൻ ഒരാൾക്ക് സാധിക്കും. ഇത് ഇങ്ങനെ പോകുമ്പം അവരുടെ വിശ്വാസത്തെ അത് അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം അവർ മറന്നു പോകുന്നു.
അവരിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്ക്. ഒരാള് ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരമാണോ പോകുന്നത് എന്നുള്ളതിൻ്റെ സൈൻ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു വല്ലാത്ത ഒരു ലസ്ഫുള്ളായി നമുക്കുണ്ടാകുക, ഈ കാര്യം ഇതെനിക്ക് കിട്ടിയേ ഒക്കത്തുള്ളൂ എന്നുള്ള തോന്നുന്നു. അങ്ങ് വല്ലാത്ത മോഹം നമുക്ക് തോന്നുക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു. നമ്മൾ അകത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. നമ്മൾ അസൂയപ്പെടുന്നു. നമ്മൾ ഈ വിഷയത്തിന് വേണ്ടി ആരോടെങ്കിലുമൊക്കെ കലഹിക്കുന്നു. വി ആർ ടോട്ടലി അജിറ്റേറ്റഡ്, വി ആർ ടോട്ടലി ഫ്രസ്ട്രേറ്റഡ്. പിന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ പ്ലഷറിനോടുള്ള ഒരാഗ്രഹമുണ്ട്. ആ പ്ലഷർ നമുക്കതിന് ചെലവിടേണ്ടതിന് വേണ്ടിയാണ് ഈ കാര്യത്തിനെല്ലാം നമ്മൾ അടുത്ത് വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിക്കേഷനാണ് നമ്മൾ എന്തിൻ്റെ പുറകെ പോകുന്നു? ലോകത്തിൻ്റെ പുറകെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്നേഹം. കാര്യം അതിൻ്റെ പുറകെ പോകുമ്പം അതിൽ നിന്ന് ഉളവാകുന്ന കാര്യങ്ങൾ ജഡത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളാണ് പുറത്തു വരുന്നത്. നോക്കിയോണമേ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിത്തീരുന്നു. അപ്പം ഇത് വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു ദൈവവൈതലായിരിക്കെ നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അടുത്ത വാക്യം പറയുന്നത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുവോ? അവൻ നമ്മളിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുമോ? ഇല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക. ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ റെസിഡൻ്റ് ആയിട്ട് വരുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുമാറാക്കിയിരിക്കുക. അപ്പം ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള കാര്യത്തിലോട്ടൊന്നും നമ്മളെ കൊണ്ടുപോകത്തില്ല. കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മളെ കർത്താവിനോടുള്ള സ്നേഹത്തിലും കർത്താവിനോടുള്ള ഇഷ്ടത്തിലും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും ഒക്കെയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ മറിച്ച് സംഭവിക്കുന്നെങ്കിൽ എന്തോ അവിടെ സംഭവിച്ചു, നമ്മളിങ്ങനെ വല്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്തോ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നമ്മൾ പല ആളുകളും ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ പള്ളിയിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവരെ ആരാധിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവർ സ്തോത്രം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവർ റെഗുലറായിട്ടുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ലോകത്തിൻ്റെതായിട്ടുള്ള ആ മോഹത്തിൽ പെട്ടിരിക്കുക. എന്നാൽ ഇവിടെ 6-ാമത്തെ വാക്യം പറയുക, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹംബിൾ യുവർ സെൽഫ്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള ശത്രുതയിൽ നിന്ന് മാറണം. കാരണം നിഗളികളായിട്ടുള്ള ആളുകൾ, നമ്മൾ ആ വാക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതി വേറൊരു അർത്ഥത്തിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഒരു നിഗളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ രീതിയിലാണ് അതവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഗളം എന്ന് പറയുന്നത്? ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നമേ എൻ്റെ സഭയിൽ ഞാൻ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് ഒരു വാക്കുകൾ, സൗമ്യത എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഗിരിപ്രഭാഷണത്തിലെ ഓരോ തൻ്റെ സെയിങ്ങുകൾ അല്ലെങ്കിൽ പറച്ചിലുകളെ കുറിച്ച് അല്ലെങ്കിൽ പഠിപ്പീരുകളെ കുറിച്ച് വളരെ ഡീപ്പായി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കുമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ സൗമ്യത എന്നുള്ള വാക്ക്? ആ വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കൻ എന്നുള്ള അർത്ഥമാണ്. ഏതർത്ഥത്തിൽ ബ്രോക്കൻ? ഉടഞ്ഞിരിക്കുന്ന, തകർന്നിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഏതെങ്കിലും ഒരു മൃഗത്തെ, പ്രത്യേകിച്ച് ഒരു കുതിരയെ, അതിനെ മെരുക്കിയെടുക്കുക എന്ന് പറയുന്നത്. അന്ന് ഗ്രീക്ക് ആളുകൾ അല്ലെങ്കിൽ യവനായ ആൾക്കാർ കാട്ടിൽ പോയി ഈ മൃഗത്തെ പിടിച്ചുകൊണ്ട് വരും. ഇതിനെ പിടിച്ചുകൊണ്ട് വന്ന ശേഷം അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കും ആ വാക്ക്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ആ മനസ്സിനെ ബ്രേക്ക് ചെയ്യാമെന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. നമുക്കറിയാം, അങ്ങനെ ബ്രേക്ക് ചെയ്ത കുതിരകൾക്ക്, അതിൽ ചിലതിനെയൊക്കെ അവർ
നിലം മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുക. എന്നാൽ ഒരു കൂട്ടം ഇങ്ങനെയുള്ള കുതിരകളുണ്ട്. അവർ വളരെ ട്രെയിൻഡാണ്. അതിന് ഏകദേശം 35 മൈൽ പെർ അവറിൽ അതിന് ഗാലപ്പ് ചെയ്യാൻ പറ്റും. അത് ഏത് യുദ്ധത്തിൻ്റെ മേഖലകളിലും അതിൻ്റെ പുറത്തിരിക്കുന്ന പടയാളിയെ വഹിച്ചുകൊണ്ട് അതിന് പോകാൻ പറ്റും. അതിന് ഒരു ഭയവുമില്ല. അതിൻ്റെ ഇഷ്ടം മുഴുവൻ അതിൻ്റെ പുറത്തിരിക്കുന്ന ആള് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് അത് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ കമാൻഡുകളും അതിന് വ്യക്തമായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ചലനം, അദ്ദേഹത്തിൻ്റെ കൈയുടെ ചലനം, അദ്ദേഹം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഈ കുതിരയ്ക്കറിയാം. ഇങ്ങനെയുള്ളൊരു കുതിരയെ പറയുന്ന പേരാണ്, അത് ശരിക്കും ഒരു ബ്രോക്കണായിട്ടുള്ള, ഉടയപ്പെട്ട, സമർപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം തകർത്ത് കളയപ്പെട്ട അങ്ങനൊരു ജീവി. അതിന് ഭയങ്കര വിലയാണ്. ഇന്നും അങ്ങനെയുള്ള പന്തയത്തിലൊക്കെ ഓടുന്ന കുതിരകളുണ്ട്. അതിനൊക്കെ മില്യൺ കണക്കിന് രൂപയാണ് അതിൻ്റെ വില. എന്താ മറ്റു കുതിരകളെക്കാട്ടിൽ ഇതിന് ഇത്രയും വില കൂടാനുണ്ടായ കാരണം? അതിനും ഇതിനുമെല്ലാം 4 കാലുകളാണുള്ളത്. അതും ഓടും, ഇതും ഓടും, പവറൊക്കെ അതേപടിയൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ ഈ കുതിരയ്ക്ക് ഭയങ്കര വിലയാണ്. കാര്യം അതിൻ്റെ ഉടമസ്ഥൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് പോകുവാൻ പറ്റും. മറിച്ച് സ്വാർത്ഥ തീരുമാനമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് എൻ്റെ ഇഷ്ടമാണ് വലുത്, എൻ്റെ ആഗ്രഹമാണ് വലുത്. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന വേറെ ഒന്നായിരിക്കാം, പക്ഷെ എനിക്ക് ഇത് കിട്ടിയേ ഒക്കത്തുള്ളൂ, എനിക്ക് ഇത് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചേ ഒക്കത്തുള്ളൂ. ഇത് വാശിയായത്. നമ്മൾ വാശി പുറത്ത് പറയുന്നില്ലെങ്കിലും പിന്നെയും ആവർത്തിച്ച് ദൈവസന്നിധി ചെന്ന് ഈ കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ഇതല്ലാതെ ഒരു മാർഗവുമില്ല, ഇതാണ് എനിക്ക് വേണ്ടത്. ഇത് നമ്മൾ പറയുന്നതിന് എന്താ പറയുന്നത്? നിഗളമെന്നാണ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ ഹിതത്തെ ഒതുക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല. അതാ പ്രശ്നം. പലപ്പോഴും ദൈവമക്കൾക്കുണ്ടാകുന്ന കുഴപ്പം അതാ. കാരണം നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ പറ്റിയ ഒരു ആള്. ഞാൻ ചെന്ന് എന്തെങ്കിലും അങ്ങോട്ട് പറയുന്ന ഉടനെ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരണം. അദ്ദേഹം ആ കാര്യം സാധിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ ചിലപ്പോൾ പിന്നെ പ്രാർത്ഥിക്കത്തില്ല, ഞാൻ ചിലപ്പം വേദവസം വായിക്കത്തില്ല, ഞാൻ ചിലപ്പോൾ ഇനി പള്ളി പോകത്തില്ല, ദൈവമേ നീ നല്ലവനാകുന്നെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ അനങ്ങാതെ നിൽക്കും. എനിക്ക് ഈ കാര്യം സാധിച്ചേ ഒക്കത്തുള്ളൂ. അതിന് ഞാൻ വേണമെങ്കിൽ പട്ടിണി അടക്കാൻ തയ്യാറാണ്. അതിന് ഞാൻ എത്ര വേണമെങ്കിലും പട്ടിണി അടക്കാൻ തയ്യാറാണ്. അതിന് വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും ഒക്കെ പാസ്റ്റർമാരെ വിളിച്ച് എൻ്റെ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതിനെ എന്താ പറയുന്നത്? അതിനെയാണ് സ്റ്റബേൺനെസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഉള്ള ആളുകളായിട്ട് മാറിപ്പോകുന്നു. ദൈവം അതിനെ കാണുന്നത് ഒരു സ്റ്റബേൺ സ്പിരിറ്റ് അല്ലെങ്കിൽ പ്രൈഡ്ഫുൾ സ്പിരിറ്റായിട്ടാണ് കാണുന്നത്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തുവാ? കർത്താവേ, എനിക്ക് ഈ ഇഷ്ടങ്ങളെല്ലാം ഉണ്ട്, but whatever you like, I want to do that thing. Whatever is okay with you, it is okay for me. Whatever you like, that's what I like. കർത്താവെ, അങ്ങ് എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് എൻ്റെ ആഗ്രഹം, വേറൊന്നുമല്ല. ഈ ഒരു വിഷയത്തിൽ, ഈ ജോലിയുടെ കാര്യത്തിൽ, ഈ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ എന്താണോ അങ്ങയ്ക്കിഷ്ടം അതെന്നെ നിറവേറട്ടെ കർത്താവേ. അത് ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പറയാം. ഫിലിപ്പി ലേഖനത്തിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ, നമ്മുടെ ആഗ്രഹങ്ങളെ എന്നല്ല പറഞ്ഞേക്കുന്നത്, നമ്മുടെ നീടുകളെയെല്ലാം സ്തോത്രത്തോടെ അറിയിക്കുന്ന പറഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീയ സമാധാനം നമ്മുടെ നിലവുകളെയും നമ്മുടെ ഉൾപ്പുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. That he will give you peace that transcends all understanding, which will guard your mind and your heart in Christ Jesus. എന്താ എൻ്റെ അർത്ഥം? ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടത്തില്ല, മറിച്ച് സർവ്വബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം തരും. അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും
ക്രിസ്തുയേശുവിൽ പരിപാലിക്കും എന്ന് പറഞ്ഞാൽ ചഞ്ചലപ്പെട്ടു പോകാതെ, ജഡത്തിൻ്റെ രീതിയിലേക്ക് മാറിപ്പോകാതെ, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവത്തിലേക്ക് പോകാതെ, വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചു പോകാതെ കർത്താവ് സകല ബുദ്ധിയെയും കവിയുന്നൊരു സമാധാനം നമ്മുടെ ഹൃദയത്തിനകത്ത് തരും. പക്ഷെ പലപ്പോഴും നമ്മൾ വാശിയുള്ളവരായിട്ടാണ് നമുക്കിത് കിട്ടിയേ ഒക്കത്തുള്ളൂ. ഞാൻ എന്തൊക്കെയോ കർത്താവിന് ചെയ്യുന്നു, ഈ ഒരു ചിന്തയാണ് നമുക്ക്. ഞാൻ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, അത് ഒരുപക്ഷെ ഞാൻ വളരെ ഓർഡർലി ഫാഷനിൽ നടക്കുന്നതായിരിക്കാം, ഒരുപക്ഷെ ഞാൻ പള്ളിയിൽ എല്ലാ പ്രാർത്ഥനയ്ക്ക് പോകുന്നതായിരിക്കാം, ഒരുപക്ഷെ എല്ലാ പ്രസംഗവും കേൾക്കുന്നതായിരിക്കാം. നമ്മളിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതൊരു വലിയ കുഴപ്പമായത്. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്താൻ നമുക്ക് മനസ്സില്ല. എന്നാൽ ദൈവം തൻ്റെ ഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് കൃപ നൽകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുക, ദൈവം നിഗളികളോട് എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ. ബി സബ്ജക്റ്റ് therefore unto God. എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? കാരണം നമുക്ക് വലിയ പാടുള്ളൊരു കാര്യമാണ് ഈ ദൈവത്തിന് കീഴടങ്ങാൻ. കാര്യം നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയാണ് മുന്നിൽ. ഇനി ഇതൊന്നും തരത്തില്ലെന്നിരുന്നോട്ടെ, കർത്താവ് പറയുക, ഓക്കെ, നിനക്ക് ആ കൂടെ കിട്ടുന്നത് ഈ സമാധാനം മാത്രമാണ്, വേറെ ഒന്നും ഞാൻ തരാൻ പോകുന്നില്ല. പിന്നെ നമ്മളെ കാണത്തില്ല അങ്ങോട്ട്. കാരണം ഇതൊക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ ചെല്ലുന്നത്, ഇതൊക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ സ്തുതിക്കുന്നത്, ഇതൊക്കെ ആഗ്രഹിച്ചാണ് നമ്മൾ സ്തോത്രമൊക്കെ പറയുന്നത്. ചില പഠിപ്പീരുകളൊക്കെ അങ്ങനെ ഉണ്ട്. നിങ്ങൾ സ്തോത്രമൊക്കെ ചെയ്തു, നിങ്ങൾ ആരാധിച്ചു നോക്ക്, വിടുതൽ വരും. എവിടെ തെറ്റുപറ്റുന്നതെന്ന് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. പൗലോസും ശീലാസും അവർ കാരാഗ്രഹത്തിൽ അടി കൊണ്ട് ദേഹത്തെല്ലാം വേദനയായിട്ട് വന്നപ്പം അവർ ദൈവത്തെ സ്തുതിക്കാനും പാടാനും തുടങ്ങിയത് വിടുവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല. നമുക്ക് അവിടെ തെറ്റുപറ്റുന്നേ. നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ എനിക്ക് സാധിച്ചെടുക്കണം, ദൈവം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പൗലോസ് പാടിയതും ആരാധിച്ചതും അതുകൊണ്ടല്ല. അടി നല്ലവണ്ണം കൊണ്ടു, ജയിലിനകത്ത് കിടക്കുക. അവിടെ കിടക്കുന്നവണ്ണം ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിനെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയെ ഓർത്തുകൊണ്ട് അവരെ ആരാധിക്കുക. ആരാധിച്ചപ്പോൾ അവർക്ക് വിടുതൽ കിട്ടി, അത് വേറെ കാര്യം. പക്ഷെ വിടുതൽ കിട്ടാൻ വേണ്ടി അല്ല അവർ ആരാധിച്ചത്. നമ്മൾ പാടുമ്പോൾ പറയും ആരാധനയിൽ ബന്ധനം അഴിയും, കെട്ടുകൾ അഴിയും ആരാധനയിൽ. അപ്പം ആരാധിക്കുന്നത് എന്തിനാ? ബന്ധനം അഴിയാൻ, കെട്ടുകൾ അഴിയാൻ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ. ആരാധിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. ദൈവസന്നിധിയിൽ ഞാൻ ചെല്ലുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവൻ ദൈവമായതുകൊണ്ടാണ്. കർത്താവിന് ഞാൻ സ്തോത്രം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സെക്കൻഡ് ഞാൻ അകത്തോട്ട് എടുക്കുന്ന എയർ അത് ഇങ്ങോട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ കാര്യം പോയി. ഈ സൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇല്ലാണ്ടാകും. പക്ഷെ എന്നെ ഓരോ ദിവസവും ബ്രീത്ത് ചെയ്യുവാൻ തക്കോണം എൻ്റെ ലങ്സിനെ ബലപ്പെടുത്തുന്ന എൻ്റെ ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഓരോ ദിവസവും എൻ്റെ ഓരോ പേശിയെയും ബലപ്പെടുത്തുന്ന ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ എത്ര തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ആ ദൈവസന്നിധി ഞാൻ ചെല്ലുന്ന ഉടനെ എൻ്റെ ഹൃദയം ഒന്ന് വേദനിക്കുമ്പോൾ എൻ്റെ പാപത്തെ മുഴുവൻ ക്ഷമിച്ചു തരുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്തുതിക്കുന്നത്. കാര്യം സാധിക്കാൻ വേണ്ടിയല്ല ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും ചെല്ലേണ്ടത് അതിനു വേണ്ടിയല്ല. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ജഡത്തിനകത്ത് യുദ്ധം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ എനിക്ക് സാധിച്ചെടുക്കണം, ഇതിനു വേണ്ടിയാണ്. അതിനെ നമ്മൾ സറണ്ടർ ചെയ്യണം. യു ഹാവ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ ഗാഡ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവൻ. ഇത് സഭയിലൊന്നും പ്രസംഗിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ ഒരു പാസ്റ്ററും പ്രസംഗിക്കത്തില്ല. കാര്യം നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാരാണ്. പക്ഷെ പ്രശ്നം അത്രയേ ഉള്ളൂ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് കീഴ്പ്പെടാത്ത ഒരു മനസ്സ് നമുക്കുണ്ട്. ദാറ്റ്സ് എ ട്രൂത്ത്. അത് നിങ്ങളിലുമുണ്ട്, അത് എന്നിലുമുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്ന എന്നിലതുണ്ട്. ചില സമയത്ത് അത് വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ വാശി പിടിക്കുന്ന ആ സ്റ്റബേൺ നേച്ചർ എന്നിലുണ്ട്. ഇന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുകയാണ്, അയ്യോ ഞാൻ ഓക്കെയാണ്, നിങ്ങളെല്ലാവരും ഓക്കെ ആണെന്ന് ചിന്തിച്ചാൽ അതിനെ ഖണ്ഡിക്കേണ്ടതിന് വേണ്ടി തന്നെ അങ്ങനെ പറയുന്നത്. നമ്മളിലെല്ലാം ഉണ്ട്
എത്ര വട്ടം കീഴടങ്ങണം? വി ഹാവ് ടു കണ്ടിന്യൂസ്ലി സറണ്ടർ. കാരണം ജഡത്തിന് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ മതി, അത് പൊങ്ങി വരും. എനിക്കത് കൂടിയേ തീരത്തുള്ളൂ, എനിക്കതില്ലാതൊക്കത്തില്ല. ദൈവമേ, ഞാനിതെല്ലാം ചെയ്യുക, എനിക്കിതൊക്കെ ചെയ്തേ ഒക്കത്തുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന എന്തിനാ? കാര്യം സാധിക്കാനാണോ? അതോ കർത്താവിനോട് വർത്തമാനം പറയാനുള്ള ഇഷ്ടത്തിനാണോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സമയത്ത് ആ സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്പൗസിനോട്, നിങ്ങളുടെ അതർ പേഴ്സണോട് സംസാരിക്കാൻ അത് വലിയ സന്തോഷമാണ്. ടു ഹിയർ ദാറ്റ് സൗണ്ട്, ടു റീഡ് ദാറ്റ് ലെറ്റർ, ടു റീഡ് ദാറ്റ് ടെക്സ്റ്റ്, ടു ഗെറ്റ് ദാറ്റ് ഇമെയിൽ. It is so passionate. It gives you that joy. അപ്പം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല, ആ വാക്കുകൾ കേൾക്കുന്നതൊരു സന്തോഷമാണ്. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ ചെന്ന് കർത്താവിനോട് പറയുന്ന ഒരു സന്തോഷമാണ്. കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി ചെന്ന്, കർത്താവെ ഞാനിതെല്ലാം ഞാൻ പറയുക അങ്ങേക്ക്, അങ്ങയുടെ ഇഷ്ടം മതി. ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്, ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ഇൻ മൈ ലൈഫ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കീഴടങ്ങലിൻ്റെ ആവശ്യമുണ്ട്. ഇത് പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിലില്ല. നമ്മൾ പറയും, കർത്താവിൻ്റെ സന്നിധി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ഇരുന്നു കൊള്ളുന്നു, ഞാൻ താഴ്ത്തി ഇരുന്നു കൊള്ളുന്നു. എവിടെ ചുമ്മാതെ പറയുന്നത്? അതൊക്കെ ഒരു താഴ്മയില്ല. കാരണം നമ്മുടെ ആ സ്റ്റബേൺ നേച്ചർ അങ്ങനെ തന്നെ ഇരിക്കുക. പൗലോസ് 3 വട്ടം കർത്താവിനോട് ചോദിച്ചു, തൻ്റെ ജഡത്തിലെ ആ ബലഹീന അവസ്ഥ അല്ലെങ്കിൽ ആ ശൂലം മാറ്റി കൊടുക്കണമെന്ന്. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. നിന്റെ ബലഹീനതയിൽ തെളിഞ്ഞു വരുന്ന എൻ്റെ ശക്തിയുണ്ട്. ദാറ്റ്സ് എനഫ്. പൗലോസ് അപ്പോസ്തലൻ അന്ന് മുതൽ അതിൽ സന്തോഷിക്കാൻ തുടങ്ങി. നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. ആ ഒരു പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ നമ്മൾ ആ കൂടെ വിഷമിച്ച് നമ്മൾ പിന്നെ ആ വല്ലാത്ത അവസ്ഥയായിപ്പോവും. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്റ്റെയറപ്പ് ചെയ്യുന്ന ആരാന്നറിയാമോ? പിശാച് വന്നിട്ട് പറയും, നീ പ്രാർത്ഥിച്ചില്ലയോ, നീ ഉപവസിച്ചിട്ടില്ലയോ, നീ എത്ര വട്ടം പള്ളി പോയി, നീ പാസ്റ്ററയ്ക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. പാസ്റ്റർ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, പാസ്റ്ററയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ കാര്യം സാധിക്കുമെന്ന് വിചാരിച്ച് 2 വട്ടം പാസ്റ്ററെ വീട്ടിൽ വിളിച്ചു. എന്നിട്ട് 50 പൗണ്ട് നിങ്ങൾ കൊടുത്തു, 100 പൗണ്ട് നിങ്ങൾ കൊടുത്തു. നിങ്ങൾ വിചാരിച്ചു ആ കാര്യം സാധിക്കുമെന്ന് വിചാരിച്ചു. അത് സാധിക്കാതെ വന്നപ്പോഴത്തേന് ആകെ വല്ലാത്ത ഫ്രസ്ട്രേഷനായി. നിങ്ങൾക്ക് കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞു. ഇത് ആരാന്നറിയാം സ്റ്റെയറപ്പ് ചെയ്യുന്നത്? പിശാച. ഇവിടെ പറയുക, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടു ഓടിപ്പോകും. നിങ്ങളൊരു വാക്ക് പറഞ്ഞു നോക്കിയേ, എൻ്റെ കർത്താവിനറിയാം എൻ്റെ ജീവിതത്തിലെ ആവശ്യം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരത്തിലാണ്. എൻ്റെ ജീവൻ അവനെ മറിഞ്ഞിരിക്കുക. അവൻ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകും. അവൻ ഈ കാര്യം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഓക്കെ ആ കാര്യത്തിനകത്ത്. പിശാച് നീ നിൻ്റെ പണി നോക്കി പോന്ന് ഒറ്റ വട്ടം നിങ്ങൾ എതിർത്ത് കഴിയുന്നോളണേ, ഞാൻ പറയുന്നു അവൻ മാറിപ്പോവും. പക്ഷെ നമ്മൾ എതിർക്കത്തില്ല. നമ്മൾ പിന്നെയും തിങ്ക് ചെയ്യും, എന്നാലും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് മറുപടി തന്നില്ലല്ലോ, എന്നാലും കർത്താവ് എന്നാ പണിയാണ് കാണിച്ചത്. ഞാനാണെങ്കിൽ, എൻ്റെ അപ്പനാണെങ്കിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ച ഒരാളാണ്, എൻ്റെ അമ്മയാണെങ്കിൽ എന്നും ഉപവസിക്കുന്ന ഒരാളാണ്, എന്നിട്ടും എനിക്ക് ഈ ഗതികേടാണല്ലോ കർത്താവ്. ഞാനാണെങ്കിൽ എന്തെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങിയത്. എൻ്റെ വീട്ടുകാരുടെ നിന്ന മുഴുവൻ ഞാൻ കേട്ടു. അവരെല്ലാവരും എന്നെ വേണ്ടാത്തതല്ല, ഇപ്പോഴും എന്നെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് നീ എന്താ കർത്താവേ എൻ്റെ കാര്യം സാധിച്ചു തരാത്ത? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നിങ്ങളുടെ പ്രാർത്ഥന അതാണെങ്കിൽ you need to change that. You need to come to a conclusion that you need to surrender before God. കർത്താവേ, അങ്ങയുടെ ഇഷ്ടം. കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിൻ്റെ, അങ്ങയുടെ ഹിതത്തിൻ്റെ ആ പരിജ്ഞാനത്താൽ അവരെ നിറയ്ക്കുമാറാകണം. സകല ബുദ്ധിയിലും സകല പരിജ്ഞാനത്തിലും അവരെ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ആഗ്രഹമൊന്നുമില്ല, മറിച്ച്
ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ആ ഒരു മനസ്സുകൊണ്ടങ്ങ് നിറയ്ക്കണം എന്നെ. എന്നാലേ ജയം എടുക്കാൻ ഒക്കത്തുള്ളൂ, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. പലരെയും പിശാചൻ നിരാശപ്പെടുത്തിയ പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെയും നമ്മൾ ജഡത്തിൽ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ജഡത്തിൽ നമ്മൾ പ്രവർത്തിച്ച് നോക്കുന്നു, വാദിച്ച് നോക്കുന്നു, ദേഷ്യം വരുന്നു, അസൂയപ്പെടുന്നു, ശണ്ടയുണ്ടാക്കുന്നു, കലഹമുണ്ടാക്കുന്നു. പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ നമ്മൾ ദൈവത്തോട് മാറിയിരിക്കുക. എന്നാൽ പിശാചിനെ എതിർത്താൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്തുവാ? ഇത് പിന്നെയും സമയത്തിൽ പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുക. എന്നാലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം. ദൈവത്തോട് അടുത്ത് ചെന്ന് അവൻ നമ്മളോട് അടുത്ത് വരും. നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. കാരണം തക്ക സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. അതാ എൻ്റെ ആപ്റ്റായിട്ടുള്ള സമയം. ആ സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് അങ്ങനെ ഒരു സറണ്ടറിന് തയ്യാറാണോ? കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അതെൻ്റെ വാക്കുകൾ കൊണ്ട് പറയുന്നതല്ല. എൻ്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഇന്നും മോദമായി എന്ന് പറയുന്നൊരു വാക്കുകളുള്ള പാട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഞാൻ വരിക നിന്റെ ഇഷ്ടം ചെയ്യാൻ, എൻ്റെ ഇഷ്ടമല്ല. വിശ്വാസത്തിലൊരു ദൈവവൈതൽ വർദ്ധിച്ചു വന്നു കഴിയുമ്പം അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം കുറഞ്ഞു വരും. പിന്നെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ആ ഒരാഗ്രഹത്തിലേക്ക് അവൻ വരും. ഇന്ന് രാത്രി അങ്ങനെ ഒരനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വ്യത്യാസം കൊണ്ടുവരട്ടെ. ഇതൊരു വലിയ കോൺസെപ്റ്റാണ്, surrendering before God. We will study those things in detail. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. I want to pray for you. Father, we thank you and we praise you for this beautiful hour that you gave us. Lord, often we struggle in our inner spirit because there are a lot of passions, a lot of desires that wage war in our members, oh Lord, in our body. And we humble ourselves before you. I pray, God, that you would forgive us, oh Lord, our selfishness, our pride, our stubbornness. And I pray that you would help us to lead a surrendered life. We humble ourselves before you. Thank you, Lord, for all the things that you're doing in our lives, through our lives, even in the midst of all our failures. We thank you because you love us. Lord, I commit my hearers in your mighty hand. Help them, O Lord, to lead a life that is pleasing to you. We give you glory, honor, and praise. In Jesus' precious name we pray. Amen.